സുഖമാണല്ലോ എല്ലാവർക്കും അല്ലേ? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫുൾ സെക്ഷൻ വ്യൂവിൻ്റെ ഒരു ഫിഗർ നമ്മൾ വരച്ചു കഴിഞ്ഞു. ഫുൾ സെക്ഷൻ വ്യൂവിൻ്റെ ഏകദേശം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത് നമുക്ക് പുതിയൊരു സെക്ഷനിലേക്ക് പോവുകയാണ്, ഹാഫ് സെക്ഷൻ വ്യൂ എന്നുള്ളത്. ഹാഫ് സെക്ഷൻ വ്യൂ. അപ്പോൾ എന്താണ് ഹാഫ് സെക്ഷൻ വ്യൂ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇപ്പൊ ഈ ഒരു ഒബ്ജക്റ്റ് നമുക്ക് തന്നാൽ എങ്ങനെയാണ് ഹാഫ് സെക്ഷൻ വ്യൂവിൽ കട്ടിങ് വരിക എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഫുൾ സെക്ഷൻ വ്യൂവിന് നമുക്ക് കട്ടിങ് നമുക്ക് എന്തിനോട് ഉപയോഗിക്കാം? നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വീട്ടിൽ അമ്മമാരൊക്കെ പച്ചക്കറി മുറിക്കുന്നോട് അല്ലെ, ഒരൊറ്റ മത്തങ്ങയൊക്കെ മുറിക്കുക എങ്ങനെയാ? ഒറ്റ പീസ്, ഒറ്റ വെട്ട് 2 പീസ് അല്ലെ, അങ്ങനെയല്ല മുറിക്കുക അല്ലെ? നടുവേ ഒരു മുറിച്ച് 2 പീസായിട്ട് ആ രീതിയിലാണ് ഏതെന്ന് പറയുന്നത് ഫുൾ സെക്ഷണൽ വ്യൂ എന്ന് പറയുന്നത്. എന്നാൽ ഹാഫ് സെക്ഷണൽ വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എങ്ങനെയാ പറയാ? നമ്മൾ കേക്കൊക്കെ മുറിക്കൂലേ, നമ്മൾ ബർത്ത്ഡേക്കൊക്കെ കേക്ക് മുറിക്കുക, അതുപോലെ മുറിക്കുന്നതിനാണ് രീതി മുറിച്ചിട്ട് ഉള്ള വ്യൂ വരയ്ക്കുന്നതിനാണ് നമ്മൾ എന്താ പറയുക? ഹാഫ് സെക്ഷണൽ വ്യൂ എന്ന് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അല്ല നമ്മളിത് ഇവിടെ കേക്ക് മുറിക്കാൻ പോകുന്നതല്ല, അങ്ങനെ ആരും വിചാരിക്കണ്ട. ഓക്കെ, അപ്പോൾ ഹാഫ് സെക്ഷണൽ വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 പ്ലെയിനുകൾ വെച്ചിട്ട്, 2 ഇമാജിനറി പ്ലെയിനുകൾ വെച്ചിട്ട് അല്ലെങ്കിൽ ട്രാൻസ്പെറന്റ് ആയിട്ട് പ്ലെയിനുകൾ വെച്ചിട്ടാണ് നമ്മൾ അതിനെ മുറിക്കുന്നത്. നോക്കാം നമുക്ക് എങ്ങനെയാണെന്നുള്ളത്. ഈ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ഈ ഒബ്ജക്റ്റിന്റെ ഹാഫ് സെക്ഷണൽ വ്യൂ വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ അതിനെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഹാഫ് സെക്ഷൻ പറയാം, റൈറ്റ് സൈഡിൽ ഹാഫ് സെക്ഷൻ പറയാം. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെ നോക്കാം നമുക്ക്. അപ്പൊ ഇങ്ങനെ ഈ ഒരു ഒബ്ജക്റ്റിന്റെ ഈ രീതി എൽ ഷേപ്പിൽ, അതായത് 90 ഡിഗ്രി ആയിട്ടുള്ള 2 പ്ലെയിൻ, ഒരു പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് അടുത്തൊരു പ്ലെയിൻ വെച്ചിട്ട് നമ്മൾ അങ്ങനെ ആ രീതിയിൽ ഈ ഒരു സെക്ഷൻ, അതായത് ഇപ്പൊ നമുക്ക് ഈ 2 പ്ലെയിനുകൾ വെച്ചിട്ടുണ്ട്, ഇതിന്റെ പുറകിലൊരു ഭാഗമുണ്ട്, അതായത് ഈ മുന്നിലിരിക്കുന്ന ഈ ഭാഗത്തെ നമ്മൾ കളഞ്ഞിട്ട് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് കിട്ടും? അതാണ് നമ്മൾ പറയുന്നത് ഏത് ഹാഫ് സെക്ഷണൽ വ്യൂ എന്ന് പറഞ്ഞത്. ശരിക്കും ഹാഫ് സെക്ഷണൽ വ്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ് നമ്മൾ കളയുന്നത്? ആ ഒരു ഒബ്ജക്റ്റിന്റെ 4/1 ഭാഗമാണെന്ന് ഓർത്ത് വയ്ക്കുക. എത്രയാണ്? 4/1 ഭാഗം. ഇത് നോക്കിയോ, ഇതൊരു പീസ് ഉണ്ട്, പിന്നെ ഇവിടെ 3 പീസുകൾ ചേർന്നാണ് ഒറ്റ പീസ് ഇരിക്കുന്നത് അല്ലെ? അപ്പൊ 1/4 ഭാഗം എടുത്തു കളയാനാണ് ശരിക്കും നമ്മൾ ഹാഫ് സെക്ഷണൽ വ്യൂ എന്ന് പറയുന്നത്. 1/4 ഭാഗം, 4/1 ഭാഗം എടുത്തു കളഞ്ഞിട്ട് വരയ്ക്കുന്നതിനാണ് ഹാഫ് സെക്ഷണൽ വ്യൂ എന്ന് പറയുന്നത്. ഓർത്ത് വയ്ക്കുക. നമ്മൾ ഹാഫ് സെക്ഷനിൽ നമ്മൾ ഓർക്കുമ്പോൾ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഹാഫ് സെക്ഷൻ നമ്മൾ ഓർക്കുക ഫുൾ സെക്ഷൻ ആണല്ലോ എന്നുള്ള ധാരണ, പകുതിയാണല്ലോ നമ്മൾ മുറിച്ച് കളയണേ. ഹാഫ് സെക്ഷൻ എന്ന് പറയുമ്പോൾ പകുതിയാണല്ലോ മുറിച്ച് കളയുന്നത് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വരാൻ സാധ്യതയുണ്ട്. എക്സാമിന് അങ്ങനെ ഒരിക്കലും വരരുത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഹാഫ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ മുറിക്കുന്ന പോലെയാണ്? കേക്ക് മുറിക്കുന്ന പോലെ ഓർത്ത് വയ്ക്കുക. എങ്ങനെയാണ്? കേക്ക്, നിങ്ങളുടെ ബർത്ത്ഡേക്ക് നിങ്ങൾ കേക്ക് മുറിക്കുന്നത് എങ്ങനെയാണോ അതേപോലെയാണ് ഹാഫ് സെക്ഷണൽ വ്യൂ മുറിക്കുന്നത് ഓർത്ത് വയ്ക്കുക. ഇനി ഫുൾ സെക്ഷൻ വ്യൂ ആണ് എങ്ങനെയാണ്? വീട്ടിൽ അമ്മ മത്തങ്ങ മുറിക്കണ ഓർത്താൽ മതി. സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു മത്തങ്ങ എടുത്തിട്ട് എങ്ങനെയാണ് മുറിച്ചെടുക്കുക എന്നുള്ളത് ഓർത്താൽ മതി. 2 കഷ്ണാക്കിയിട്ടായിരിക്കും മുറിച്ചെടുക്കുന്നത്. ഇങ്ങനെ സാധാരണ ഇതില്ല. അപ്പൊ ആ രീതിയിൽ ഒന്ന് ഓർത്ത് വെക്കുക. ഇതൊന്ന് ഓർത്ത് വെക്കാൻ എളുപ്പത്തിന് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓർത്ത് വെക്കുക. ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടൊരു മെത്തേഡ് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എങ്ങനെയാണ് അത് വരയ്ക്കണേന്ന് നമുക്ക്. അപ്പൊ ഈ ഒരു 2 പ്ലെയിനുകളിൽ ഒരു പ്ലെയിനിന്റെ പെർപെൻഡിക്കുലർ അടുത്തൊരു പ്ലെയിൻ വെച്ച് നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി കട്ട് ചെയ്ത് കളഞ്ഞു കഴിയുമ്പോൾ നമുക്ക് 2 ഭാഗങ്ങൾ ഉണ്ടാവും അല്ലെ? ഒരു കട്ട് ചെയ്ത 2 പ്ലെയിൻ ഉണ്ട്. ഇപ്പോൾ ഞാനൊരു വയലറ്റ് കളർ അടിച്ച ഒരു പ്ലെയിൻ ഉണ്ട്, ഇപ്പുറത്ത് ഈ സൈഡിൽ ഒരു പ്ലെയിൻ ഉണ്ട്, ഈ കാണുന്ന ഒരു പ്ലെയിൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഹാഫ് സെക്ഷൻ വ്യൂവിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഒരു പ്ലെയിൻ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരാം. ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞു. ഇവിടെ എഫ് എന്ന് ഇട്ടിട്ടുണ്ട്, ഇവിടെ ആരോ മാർക്ക് കൊടുത്തു. ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ ഈ പ്ലെയിൻ നമുക്ക് കാണാൻ പറ്റുമോ? അതായത് ഇവിടുന്നാണ് ഞാൻ നോക്കുന്നത്. അപ്പൊ ഇവിടെ ഈ കട്ട് ചെയ്ത പ്ലെയിൻ ഈ ഭാഗം കാണാൻ പറ്റുമോ? പറ്റില്ല അല്ലെ? നമുക്ക് ആകെ കാണാൻ പറ്റുന്ന ഏതാണ്? ഈ ഒരു ഭാഗം മാത്രമാണ്. ഈ വയലറ്റ് പർപ്പിൾ ചെയ്തിരിക്കുന്ന ഈ ഭാഗം മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുക. അത് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർമ്മയിൽ ഉണ്ടാവണം. അപ്പൊ നമ്മൾ വിചാരിക്കുമോ ഇത് കട്ട് ചെയ്യുമ്പോൾ 2 പ്ലെയിൻ ഉണ്ട്, ഈ 2 പ്ലെയിനും വരച്ചു വെക്കാന്ന് വിചാരിക്കരുത്. നമുക്ക് എത്രയേ കാണാൻ പറ്റുള്ളൂ? ഒരേ ഒരു പ്ലെയിനെ കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇത് ഏത് ഭാഗത്താ കട്ട് ചെയ്തേക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു റൈറ്റും ലെഫ്റ്റും ഉണ്ടെന്ന്. ഇത് ഏത് ഭാഗത്താ ഇത് കട്ട് ചെയ്തിരിക്കുന്നത്? ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ്. അതായത് ലെഫ്റ്റ് ഹാഫ് സെക്ഷൻ ആണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അതായത് ഇതാണ് ഒബ്ജക്റ്റിന്റെ ഫ്രണ്ട് വ്യൂ ഇവിടുന്ന് നോക്കുമ്പോഴാണ്. അപ്പൊ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എവിടെയാണോ ആ ഭാഗത്തെ പ്ലെയിൻ കാണുന്ന, കട്ടിംഗ് പ്ലെയിൻ കാണുന്ന രീതിയിലാണ് നമ്മൾ വരയ്ക്കാൻ പറയുന്നത്. അങ്ങനെ വരയ്ക്കാൻ പറയുമ്പോൾ ഈ രീതിയിലാണ് കട്ടേണ്ടത്. അപ്പൊ നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെയാണ്, ഈ ഭാഗമാണ് നമ്മൾ സെക്ഷൻ ചെയ്ത് അല്ലെങ്കിൽ ഹാച്ച് ചെയ്ത് നമ്മൾ വരയ്ക്കേണ്ട ഭാഗം. ഈ ഭാഗമാണ്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാവുന്നത്. അപ്പൊ ഈ കളർ ഭാഗത്ത് ഞാൻ ഹാച്ച് ചെയ്തു. ഞാൻ പറഞ്ഞു ഹാച്ച് ചെയ്യുന്നത്
45 ഡിഗ്രിയിലാണ് ആ ലൈൻ ഹാച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഈ ലൈനിന്റെ ആംഗിൾ 45 ഡിഗ്രി ആയിരിക്കണം. ഇതൊരു ഒരേ ഒരു ഒബ്ജക്റ്റ് ആയതുകൊണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യാം, ഒരു സൈഡിലേക്ക് തന്നെ നമുക്ക് ഹാച്ച് ചെയ്യാം. ഇനി ഹാച്ച് ചെയ്യുന്ന ലൈനുകൾ തമ്മിൽ ഒരു 2 മുതൽ 3 mm വരെ ഗ്യാപ്പ് ഇടാമെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇങ്ങനെ ഹാച്ച് ചെയ്ത് നമ്മൾ ഇവിടുന്ന് ഫ്രണ്ട് നോക്കുന്നത് എവിടെയാണ് നമ്മൾ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞു. ഫ്രണ്ട് നോക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു ഈ സൈഡിലെ ഈ ഭാഗം നമുക്ക് കാണാൻ പറ്റില്ല. ഈ സൈഡിലെ ഈ വ്യൂ, അതായത് ഇവിടുന്ന് ഇവിടെ കട്ട് ചെയ്തൊരു ഭാഗമുണ്ട് അല്ലേ, ആ ഭാഗം നമുക്ക് കാണാൻ പറ്റില്ല. നമുക്ക് എന്ത് ഇപ്പൊ ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ എഡ്ജുകൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടോ? ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്യുന്ന എഡ്ജുകൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് കാണുന്ന ഒരു കട്ടിങ് എഡ്ജ് ഭാഗം എന്ന് പറയുന്നത് ഈ ഭാഗത്തെ, അതായത് ലെഫ്റ്റ് സൈഡ് വ്യൂയിലുള്ള ലെഫ്റ്റ് സൈഡ് ഭാഗത്തുള്ള, ലെഫ്റ്റ് സൈഡ് വ്യൂ അല്ല ലെഫ്റ്റ് സൈഡ് ഭാഗം, അതായത് ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ ഫ്രണ്ട് ഭാഗത്തുനിന്ന് ലെഫ്റ്റ് സൈഡ്, നമ്മൾ നോക്കുന്നതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ആ ഭാഗത്തെ ഒരു കട്ടിംഗ് പ്ലെയിൻ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാണാൻ പറ്റുള്ളൂ. അപ്പൊ അത് 2D ഇപ്പൊ നമ്മളിത് 3Dയിലാണ് ഇരിക്കുന്നത്. 2Dയിലേക്ക്, അതായത് നമ്മൾ പേപ്പറിൽ വരയ്ക്കുന്ന പോലെ വരയ്ക്കുന്ന ആകുമ്പോൾ എങ്ങനെയാ നോക്കാം. അപ്പൊ ഈ രീതിയിലാണ് നമുക്ക് ആ സമയത്ത് കാണാൻ പറ്റുക. യഥാർത്ഥത്തിൽ എന്തുണ്ട്, ഈ ഇരിക്കുന്ന ഈ സെൻട്രൽ ലൈനിന്റെ ഭാഗത്ത് ഒരു കട്ടിംഗ് ഭാഗമുണ്ട്, കട്ട് ചെയ്തൊരു ഭാഗമുണ്ട്. നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫ്രണ്ട് വ്യൂ വരയ്ക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയില്ല. അപ്പൊ അത് വരയ്ക്കുമ്പോൾ ഓർത്ത് വെക്കണം, ഒരു കാരണവശാലും ഹാഫ് സെക്ഷൻ വ്യൂ എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിലും ഇവിടെ എന്ത് ചെയ്ത് വെക്കരുത്, സെക്ഷൻ ചെയ്ത് വെക്കരുത്. എന്ത് ചെയ്യാൻ പറ്റൂ, കാണാൻ പറ്റില്ല, നമുക്ക് ഒരു ഭാഗം മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ ഫ്രണ്ടിന്റെ ഏത് സൈഡിലാണോ സെക്ഷൻ ചെയ്യാൻ നമ്മോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും. ലെഫ്റ്റ് സൈഡാണ് സെക്ഷൻ വ്യൂ വരയ്ക്കുന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ഭാഗം കാണുന്ന രീതിയിൽ, ലെഫ്റ്റ് ഭാഗത്തെ സെക്ഷൻ ഭാഗം കാണുന്ന രീതിയിൽ നമ്മൾ വരച്ചു വെക്കുക. ഇനി റൈറ്റ് സൈഡിലാണ് സെക്ഷൻ ചെയ്യാൻ പറഞ്ഞെങ്കിലോ, അപ്പൊ ഈ ഭാഗത്തെ കാണൂല, അപ്പൊ ആ ഭാഗം ഈ സൈഡിലായിരിക്കും. ഈ സൈഡ് നമ്മൾ നോക്കും, ഈ സൈഡിൽ കാണൂല. അതിന് പകരം ഈ ഭാഗത്ത് നമ്മൾ സെക്ഷൻ ചെയ്ത് വരച്ചു വെക്കും. ഇനി സെക്ഷൻ ചെയ്യുമ്പോൾ ഈ ഭാഗങ്ങൾ നമുക്ക് കാണും, ഈ റിബ്സ് ഒക്കെ നമുക്ക് കാണോ, ഇല്ല, കാണൂല. അതുകൊണ്ടാണ് ഇവിടുത്തെ ആ ലൈനുകളും നമുക്ക് ഇല്ലാത്തത്. സാധാരണ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ എക്സാമുകൾക്ക് എപ്പോഴും ചോദിച്ചു കാണുന്നത് ഫുൾ സെക്ഷൻ വ്യൂ ആണ്. എന്നിരുന്നാൽ തന്നെ ഹാഫ് സെക്ഷൻ വ്യൂ നമ്മൾ പഠിക്കണം. അപ്പൊ ഹാഫ് സെക്ഷൻ വ്യൂ മറ്റ് ഫുൾ സെക്ഷൻ വ്യൂ ആയിട്ട് നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകരുത്. അപ്പോൾ ഫുൾ സെക്ഷൻ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിനെ രണ്ട് ഭാഗമായിട്ട് മുറിച്ചു മാറ്റുക, അതായത് നേർ പകുതിയാക്കി രണ്ടായിട്ട് മുറിച്ചു മാറ്റുക. അതിനാണ് ഫുൾ സെക്ഷൻ വ്യൂ എന്ന് പറഞ്ഞാൽ. ഹാഫ് സെക്ഷൻ വ്യൂ എന്ന് പറഞ്ഞാൽ 1/4 ഭാഗം മുറിച്ചു മാറ്റുക. അത് ഓർത്ത് വെക്കുക, 1/4 ഭാഗം മുറിച്ചു മാറ്റുക. ഓക്കെ, കേക്ക് മുറിക്കുന്ന പോലെ 1/4 ഭാഗം മുറിച്ചു മാറ്റുക. അപ്പൊ നമുക്ക് കിട്ടുന്ന 2 പ്ലെയിൻ കിട്ടും. സെക്ഷൻ വ്യൂ, അതായത് സെക്ഷൻ ചെയ്ത ഭാഗത്ത് 2 പ്ലെയിനുകൾ കിട്ടും. അത് സെക്ഷൻ ചെയ്ത കട്ട് ചെയ്ത 2 ഭാഗങ്ങൾ കിട്ടും. ഈ കട്ട് ചെയ്ത 2 ഭാഗങ്ങളിൽ നമ്മൾ വരയ്ക്കുമ്പോൾ ഒരു ഭാഗം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വരയ്ക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് ഓർത്ത് വെക്കുക. ഒരു ഭാഗം മാത്രമേ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ഒരു ഉദാഹരണം കൂടി നമുക്ക് ഇതിനകത്ത് നോക്കാം. എന്താണ് നോക്കണ്ടേ? ഈ പറഞ്ഞ രീതിയിൽ ഈ ഒരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഹാഫ് സെക്ഷൻ വ്യൂ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഈ ലൈനിന് നമ്മൾ പറഞ്ഞ പേരുണ്ടല്ലോ, കട്ടിംഗ് പ്ലെയിൻ ലൈൻ എന്ന് പറഞ്ഞാൽ കട്ടിംഗ് പ്ലെയിൻ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ലൈനാണ്. അപ്പൊ എങ്ങനെയാ കട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ രീതിയിൽ ഇങ്ങനെ L ഷേപ്പിൽ, അതായത് ഹാഫ് സെക്ഷൻ വ്യൂ ആണ്. നമുക്ക് കട്ട് ചെയ്താൽ എങ്ങനെ കിട്ടും നമുക്ക് നോക്കാം. കട്ട് ചെയ്താൽ നമുക്ക് ഇതേപോലെ കിട്ടും ഇല്ല, ഈ ഒരു ഹാഫ് സെക്ഷൻ വ്യൂ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, 1/4 ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നത്. 1/4 ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമ്മളോട് പറയുന്നത് ഫ്രണ്ട് വ്യൂ ഇവിടുന്നാന്ന് നോക്കിയാൽ, ഫ്രണ്ട് വ്യൂ ഇവിടുന്നാണെങ്കിൽ നമുക്ക് ഏതേ കാണാൻ പറ്റുള്ളൂ, ഈ ഭാഗമേ കാണാൻ പറ്റുള്ളൂ. എന്തിനാ ഈ കട്ട് സെക്ഷണൽ വ്യൂ ഒക്കെ വരയ്ക്കുന്നത്? ഉള്ളിലുള്ള ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ വേണ്ടിയാണ്, ഇന്റേണൽ ഡീറ്റെയിൽസ് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ സെക്ഷണൽ വ്യൂ വരയ്ക്കുന്നത്. ഇപ്പൊ ഇവിടെ ഇതിന്റെ അടിയിൽ ഇങ്ങനെ ഒരു ഇതുണ്ടെന്നുള്ളത് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മനസ്സിലാവുള്ളൂ. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് മനസ്സിലാക്കാൻ പറ്റില്ല അല്ലേ. ഈ ഇത് ഇങ്ങനെ ഒരു ഭാഗം ഇവിടെ ഉണ്ടെന്നുള്ള, ഇവിടെ അതായത് ഈ ഹോള് ഇവിടം വരെ ഉള്ളൂ, അതിന്റെ അടിയിലേക്ക് വേറെ രീതിയിൽ ഇല്ല എന്നുള്ളത് നമുക്ക് നമ്മുടെ നേരത്തെ കണ്ട വ്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാക്കാൻ പറ്റില്ല അല്ലെ. ഇതിനകത്ത് നോക്കുമ്പോൾ ഒരു ഒറ്റ ഹോള് താഴേക്ക് പോകുന്നതായിട്ട് നമുക്ക് ഇതിനകത്ത്, പക്ഷെ അത് കട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, കട്ട് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി അത് അങ്ങനെയല്ല. ഹോള് ഒരു പരിധി വരെ ആ ഹോള്, അതിനായിട്ട് പിന്നെ ആ ഹോള് ചെറുതാവുന്നുണ്ട്, വീണ്ടും ഉള്ളിലേക്ക് വരുമ്പോൾ വീണ്ടും വലുതാവുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ഇന്റേണൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡ്രോയിങ്ങിൽ കാണിക്കാൻ വേണ്ടി നമ്മൾ ഹാഫ് സെക്ഷൻ സെക്ഷണൽ വ്യൂകൾ വരയ്ക്കുന്നത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചു. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഹാഫ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ 1/4 ഭാഗമാണ് കട്ട് ചെയ്തതിന് മനസ്സിലാക്കി. ഓക്കെ, ഇനിയിപ്പോ അത് കട്ട് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും? നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലാണ് നമുക്കത്. ഇപ്പൊ ഇതാണ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ ഭാഗം. നമ്മൾ ഇവിടുന്നാണ് നോക്കുന്നത്. ഇവിടുന്ന് നോക്കുമ്പോൾ എന്ത് ചെയ്തു, ഇവിടെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു ഭാഗം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അതിനെ നമ്മൾ ഡോട്ടഡ് ആയിട്ട് വരച്ചു, കാരണം അത് നമുക്ക് പുറമേ നോക്കുമ്പോൾ കാണുന്നില്ല. ഇവിടുന്ന് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഉള്ളിലുള്ള ഹോള് നമുക്ക് കാണില്ല, എന്നാൽ അവിടെ ഉണ്ട് താനും. അതുപോലെ ഇവിടുന്ന് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഈ ഭാഗം നമുക്ക് കാണുന്നില്ല, അതായത് ഇത്രയും ഭാഗം നമുക്ക് കാണുന്നില്ല. ഈ വരയ്ക്കുന്ന ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഇത്രയും ഭാഗം നമുക്ക് കാണുന്നില്ല. അതുകൊണ്ട് അത് ഡോട്ടഡ് ആയിട്ട് വരച്ചു. ഈ ഭാഗം നമുക്ക് കൃത്യമായിട്ട് കാണാം. ഏത് ഭാഗമാണ്? ഈ ഉള്ളിലുള്ള ഭാഗം നമുക്ക് കാണാം. അതായത് ഈ ലൈൻ ഇവിടുന്ന് മുട്ടിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് കാണുന്ന ഉള്ളിൽ കൃത്യമായിട്ട് കാണാം. അതുകൊണ്ട് അവിടെ ഡാർക്ക് ലൈനായിട്ട് നമ്മൾ വരച്ചു. ഇനി ഇതിന്റെ ഈ ഭാഗത്തും
ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാം, അതിൻ്റെ ഉള്ള ഹോളും ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണാം. അതുകൊണ്ടും അവിടെ ഡാർക്ക് ആയിട്ട് വരച്ചു. ആ കട്ട് ചെയ്ത ഭാഗം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഹാച്ച് ചെയ്ത് സെക്ഷണൽ എലിവേഷൻ ആണെന്നുള്ളത് നമ്മൾ എടുത്തു. എക്സാമ്പിളിലൂടെ നമുക്ക് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്തൊരു ക്ലാസ്സിൽ ഇതിന്റെ ഒരു പ്രോബ്ലം ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.